സുഹൃത്തുക്കളെ, എൻ്റെ നിരകളിലേക്ക് മധു നായരേവരെയും വേണ്ടി ക്ഷണിക്കുകയാണ്. തിരഞ്ഞെടുപ്പ് കഴിഞ്ഞു, ഞാൻ വോട്ട് ചെയ്തു. ആർക്ക് വോട്ട് ചെയ്തെന്ന് പറയുന്നില്ല, അതിൻ്റെ മൗലികാവകാശമാണ്. ഏറ്റവും എന്താ പറയുക, പ്രധാനമായിട്ടുള്ളത് വളരെ എഫിഷ്യൻ്റായിട്ടൊരു തിരഞ്ഞെടുപ്പ് നടന്നു എന്നുള്ളതാണ്. അതിൽ കഷ്ടമെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇതിൻ്റെ ഫലം അറിയാൻ വേണ്ടി ഒരു മാസം വെയിറ്റ് ചെയ്യണം. അത് കുറച്ച് കഷ്ടമാണ് കേട്ടോ. ബംഗാളികൾക്ക് ഏതായാലും അങ്ങനത്തെ പ്രശ്നമില്ലാന്ന് തോന്നുന്നു. അവരുടെ ഇലക്ഷൻ കഴിഞ്ഞതിന് പിറ്റേന്നോ മറ്റോ ആണ് റിസൾട്ട്സുകളൊക്കെ വരാൻ പോകുന്നത്. തിരഞ്ഞെടുപ്പിനെ കുറിച്ച് എനിക്ക് പറയാനുള്ള ഒന്ന് രണ്ട് കാര്യങ്ങളെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, തവണയും വീണ്ടും ഈ വാഹനങ്ങളിൽ മൈക്കും കെട്ടി വെച്ചിട്ടുള്ള ഈ വിളി, പിന്നെ പോസ്റ്ററുകൾ, ചുവരെഴുത്തുകൾ, ഇതൊക്കെ കൊണ്ട് ഏതെങ്കിലും ഒരു വോട്ട് അങ്ങോട്ടും ഇങ്ങോട്ടും മാറുമെന്നെനിക്ക് സംശയമുണ്ട്. എസ്പെഷ്യലി ഞാൻ അറിയുന്നത് ചാണ്ടി ഉമ്മൻ അദ്ദേഹത്തിൻ്റെ മണ്ഡലത്തിൽ പുതുപ്പള്ളിയിൽ ഇതെല്ലാം അവോയ്ഡ് ചെയ്ത് സൈക്കിളിൽ യാത്ര ചെയ്ത് തിരഞ്ഞെടുപ്പ് ചിലവ് വളരെ കുറച്ചു. വളരെ മാതൃകാപരമായ കാര്യമാണ്. പിന്നെ വേറൊന്ന്, ഇപ്പോൾ ID കാർഡ്, ഇലക്ഷൻ ID അല്ലെന്നുണ്ടെങ്കിൽ ആധാർ എന്തെങ്കിലും കാണിക്കാതെ വോട്ട് ചെയ്യാൻ നോക്കില്ല. എന്നിട്ട് എന്തിനാണ് ഈ കയ്യിൽ ഈ മഷി പുരട്ടുന്നത്? ID കാർഡൊക്കെ ഇല്ലാതിരുന്ന സമയത്താണെങ്കിൽ അത് മനസ്സിലാക്കാം. വീണ്ടും ഈ പ്രാകൃതമായിട്ടുള്ള ഈ പരിപാടി, ഇങ്ങനെയൊക്കെയുള്ള കുറേ കാര്യങ്ങളൊക്കെ അവസാനിപ്പിച്ചാൽ നന്നായിരിക്കുമെന്ന് തോന്നുന്നു. പിന്നെ ഇപ്പോൾ ഏറ്റവും ചൂടുള്ള വിഷയം പാർലമെന്റിൽ സ്ത്രീ സംവരണം, അതായത് ഇന്ത്യൻ പാർലമെന്റിലേക്ക് 33% സ്ത്രീകളെ തന്നെ തിരഞ്ഞെടുക്കണം. അപ്പോൾ അതിനോട് ചേർത്തിട്ട് മണ്ഡലങ്ങളുടെ എണ്ണം 550 നിന്ന് 850 ആക്കാനായിട്ടുള്ള ശ്രമം, അതെല്ലാം കൂടി ഒരുമിച്ച് കൊണ്ടുവന്നു കഴിഞ്ഞാൽ പാസ്സായി ഭരണകക്ഷിക്ക് വലിയ പ്രചോദനം ഉണ്ടാവും എന്നൊക്കെയാണ് പ്രതിപക്ഷത്തിന്റെ ആക്ഷേപങ്ങൾ. ഞാൻ അതിലേക്കൊന്നും കിടക്കുന്നില്ല. എൻ്റെ ഒരു എളിമയായ അഭിപ്രായം എന്ന് പറഞ്ഞാൽ, ഈ സംവരണം ഇൻ കോൺസെപ്റ്റ് ഇപ്പൊ ദളിത് വിഭാഗങ്ങൾ അവരൊക്കെ സാമൂഹ്യ മേഖലകളിൽ പിടിച്ചു പറ്റാൻ വേണ്ടി അങ്ങനെ ഒരു ഇടപാട് കാലാവധി വെച്ചിട്ടാണ് ഭരണഘടനയിൽ 10 കൊല്ലമെന്നോ 15 അതിപ്പോൾ 50 കൊല്ലം കഴിഞ്ഞു നീണ്ടുപോകുന്നു. അതിനെക്കുറിച്ച് ഞാൻ വ്യക്തമായി എൻ്റെ വ്യക്തിപരമായ അഭിപ്രായം പ്രസക്തമല്ല. പക്ഷെ ഒരു കാര്യമാണ്, ഈ രാഷ്ട്രീയത്തിൽ സ്ത്രീകൾക്ക് സംവരണം കൊടുത്തിട്ട് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ അത് ഈ പറയുന്ന എഫക്റ്റ് ഉണ്ടാവും. രാജീവ് ഗാന്ധിയുടെ പ്രധാനമന്ത്രിയായ സമയത്താണെന്ന് തോന്നുന്നു പഞ്ചായത്ത് ഇലക്ഷൻസ്, അതായത് ഒരു കാലത്ത് ഭരണഘടനയിൽ പറഞ്ഞിട്ടുണ്ടെന്നുണ്ടെങ്കിൽ 10-20 കൊല്ലമൊക്കെ കഴിഞ്ഞിട്ടാണ് പഞ്ചായത്ത് ഇലക്ഷൻസ് നടത്തിവിടുന്നത്. അതിനെല്ലാം അറുതി വരുത്തി ഒരു നിയമം പാസ്സാക്കി അതിനകത്ത് 33% സ്ത്രീകൾക്ക് പാർട്ടിസിപ്പേഷൻ. അങ്ങനെ പല പഞ്ചായത്തുകളിലും കോർപ്പറേഷനിലുമൊക്കെ സ്ത്രീ പ്രാതിനിധ്യം ഉണ്ടായി. എന്നിട്ട് ശരിക്കും പറഞ്ഞാൽ അതൊന്ന് അവലോകനം ചെയ്തിട്ടുണ്ട്. പലയിടത്തും ഇതൊരു അപജയമായിട്ടാണ്. കാരണം പഞ്ചായത്ത് പ്രസിഡന്റ് സ്ത്രീ ആയിരിക്കും, പക്ഷെ ബാക്ക് സീറ്റിൽ ഇരുന്ന് അവരുടെ ഭർത്താവായിരിക്കും ഭരിക്കുന്നത്. അപ്പം നമ്മൾ മനസ്സിൽ കാണുന്ന ഒരു ആദർശപരമായിട്ടുള്ള ഒരു നീക്കം എന്നുള്ളതല്ല, അതിനപ്പുറമായിട്ട് രാഷ്ട്രീയത്തിൽ സ്ത്രീകൾക്ക് ഇറങ്ങാനായിട്ട് ഒരുപാട് പ്രശ്നങ്ങളുണ്ട്. അത് രാഷ്ട്രീയത്തിൽ ഇറങ്ങാനായിട്ട് പലർക്കും കടമ്പകൾ ധാരാളമാണ്. ഈ പറയുന്ന എൻ്റെ ഒരു വലിയ രാഷ്ട്രീയം കളിക്കുക ഞാൻ മനസ്സിലാക്കി, നമ്മളെ പോലെയുള്ള ആളുകൾക്കൊന്നും എന്താ പറയുക, അതിനുള്ള കെൽപ്പില്ല എന്നുള്ളതാണ്. അതനുസരിച്ചിട്ടുള്ള എന്താ പറയുക, എല്ലാ ബുദ്ധിശക്തികളും വൈഭവങ്ങളും ഒക്കെ ലീഡർഷിപ്പും ഒക്കെ ഉണ്ടാകുന്ന ഒരവസ്ഥ അത് സ്ത്രീകളിൽ അധികം ഉണ്ടാകുന്നില്ല. അത് പരിഹരിക്കാനായിട്ടൊരു സംവരണം ഉണ്ടായിക്കൊണ്ട് വന്നിട്ട് പ്രശ്നം പരിഹരിക്കുമോ എന്നുള്ളത് എനിക്ക് സംശയമുള്ള കാര്യമാണ്. ഇത് ഇവിടെ മാത്രമല്ല, ഇതിനെ 250 കൊല്ലങ്ങളായി അമേരിക്കയിൽ ജനാധിപത്യം നിലവിൽ വന്നത്. ഇതുവരെയും ഒരു സ്ത്രീയെ അവിടെ അവർക്ക് അമേരിക്കൻ പ്രസിഡന്റ് ആക്കാൻ കഴിഞ്ഞിട്ടില്ല. ഇന്ത്യയിലെ അവസ്ഥയാണെന്നെങ്കിൽ അക്കാര്യത്തിലൊക്കെ എത്രയോ ബെറ്ററാണ്. നമ്മുടെ നാട് കണ്ട ഏറ്റവും പ്രഗത്ഭയായ ഒരു പ്രധാനമന്ത്രി ഉണ്ടായിരുന്നില്ല ഇന്ദിരാഗാന്ധി. അതുപോലെ തന്നെ പല സംസ്ഥാനങ്ങളിലും സ്ത്രീ പ്രാതിനിധ്യം മന്ത്രി സീറ്റുകളിലൊക്കെ ഉണ്ടായിട്ടുള്ളതെന്നുള്ളത് സത്യമാണ്. അപ്പോൾ ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ സ്ത്രീകൾക്ക് സംവരണം വേണം. പക്ഷെ അത് ഈ പറയുന്ന രാഷ്ട്രീയ ഗോതയിൽ മാത്രം ഒതുക്കി നിർത്തിയിട്ട് അതിൽ ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ അവർക്ക് വലിയ പ്രയോജനമില്ലാത്തൊരവസ്ഥയാണ് ഉണ്ടാകാൻ പോകുന്നത്. പക്ഷേ സംവരണം വേണം, എവിടെ വേണം?
ഇന്ത്യയിൽ ആ പകുതിയോ കേരളത്തിലൊക്കെ പകുതി കൂടുതൽ സ്ത്രീജനങ്ങളാണ്. അപ്പോൾ അതനുസരിച്ചിട്ടുള്ള സംവരണം മറ്റു മേഖലകളിലൊക്കെ ഉണ്ടാകണം. ഒരു പരിധി വരെ ആലോചിച്ച് നോക്കട്ടെ, ഇന്ത്യൻ സൈന്യത്തിൽ എന്തുകൊണ്ട് ഒരു 50% സ്ത്രീകൾക്ക് റിസർവേഷൻ കൊടുത്തുകൂടാ? അതുപോലെ തന്നെ സ്റ്റേറ്റ് പോലീസ് ഫോഴ്സുകളിൽ എന്തുകൊണ്ട് 50% റിസർവേഷൻ കൊടുത്തുകൂടാ? അതുപോലെ തന്നെ ഒരുപാട് മേഖലകൾ, ആൾ ഇന്ത്യ സർവീസിൽ എന്തുകൊണ്ട് അവർക്ക് പകുതി സീറ്റ് റിസർവ് ചെയ്തുകൂടാ? ഒരുപാട് മേഖലകളിൽ അവരുടെ പ്രാവീണ്യം തെളിയിച്ചിട്ടുള്ള ഒരുപാട് മേഖലകളുണ്ട്. അവിടെയൊക്കെയാണ് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഈ സംവരണം അടിച്ചേൽപ്പിക്കേണ്ട അവസ്ഥ. അതൊന്നും ചെയ്യില്ല. ഇപ്പോൾ രാഷ്ട്രീയ കക്ഷികളെയൊക്കെ ടോട്ടലി ബ്ലെയിം ചെയ്യണം, എന്തുകൊണ്ട് അവരുടെ പാർട്ടി അണികളിൽ സ്ത്രീകൾ പൊങ്ങി വരുന്നില്ല. അത് പൊങ്ങി വരാനായിട്ടുള്ള സാങ്കേതിക പ്രശ്നങ്ങൾ ധാരാളമുണ്ട്. ആ രാഷ്ട്രീയ പ്രവർത്തനം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് സ്ത്രീകൾക്ക് അത്ര എളുപ്പമായി ചെയ്യാവുന്ന കാര്യമല്ല. അതുകൊണ്ട് തന്നെയാണത്. അപ്പോൾ അവരെ ബ്ലെയിം ചെയ്യേണ്ട കാര്യമില്ല. അപ്പോൾ ഇത് ഒരു സിംബോളിക്കലായിട്ട് അതിപ്പം പാസ്സായി വരുമോ എന്നുള്ളത് വേറെ കാര്യം. കാരണം അതിനോട് ഒരു റൈഡർ ഇന്ത്യയുടെ പാർലമെന്റിലെ അംഗം വളരെയധികം വലുതാക്കാൻ പോകുന്നു. അതിനെക്കുറിച്ച് ഞാൻ വേറൊരു സന്ദർഭത്തിൽ സംസാരിക്കാം. അപ്പോൾ തൽക്കാലം എൻ്റെ അഭിപ്രായം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സ്ത്രീകൾക്ക് സംവരണം സകലമാന മേഖലകളിലും ആദ്യം ഉറപ്പാക്കുക. അല്ലാതെ ഈ രാഷ്ട്രീയ ഗോതയിൽ അവരെ കുറെ പേരെ ഇറക്കി വിടാനായിട്ടുള്ള ഈ സംരംഭം ബാലിശമാണ്. അതുകൊണ്ട് ഉദ്ദേശിച്ച ഫലം കാണുന്നില്ല എന്നുള്ള എൻ്റെ അഭിപ്രായം നിങ്ങളോട് പങ്കുവെച്ചുകൊണ്ട് ഈ ആഴ്ചത്തെ എൻ്റെ നേരികൾ അവസാനിപ്പിക്കുന്നു. നന്ദി, നമസ്കാരം, ജയ് ഹിന്ദ്.